ഹായ് ഫ്രണ്ട്സ്, LP-UPയുടെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ വരുമെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ LP-UPയുടെ നിയമനത്തിനുള്ള ചുരുക്കപ്പട്ടിക തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വൈകാതെ തന്നെ അയക്കുമെന്നാണ് PSC അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഏകദേശം ഒക്ടോബറിൽ ആണ് നമ്മുടെ ചുരുക്കപ്പട്ടിക ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചേക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ PSC എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ഏകദേശം നമുക്ക് ഒക്ടോബറോട് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ ഡിസംബറിൽ ഇൻ്റർവ്യൂ എല്ലാം നടത്തി നെക്സ്റ്റ് ഇയറോട് കൂടിയാണ് റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാം നല്ല രീതിയിൽ എഴുതി ലിസ്റ്റിലൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ ഇരിക്കുന്നവർ ഈ ഡേറ്റുകൾ ഈ മാസങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കും. അതേസമയം എക്സാം കയ്യിൽ നിന്ന് പോയി എന്നുള്ളവർ ശ്രദ്ധിക്കുക. NCAയുടെ എക്സാംസ് എല്ലാം വരുന്നുണ്ട്. ജനറൽകാർക്ക് പറ്റില്ല. NCAയുമായി ബന്ധപ്പെട്ട് OBC അങ്ങനെ കുറേ കാറ്റഗറിക്കാർക്ക് NCAയുടെ LP-UPs എല്ലാം വരുന്നുണ്ടല്ലോ. സോ ആ എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അതിൽ വാക്കൻസി കുറച്ചേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങളത് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് വേണ്ട, അതൊന്ന് കിട്ടാൻ പോകുന്ന എന്ന രീതിയിൽ നിങ്ങളത് ഒഴിവാക്കരുത്. NCAയുടെ LP-UP എക്സാംസ് വരുന്ന സമയത്ത് അതും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചിലപ്പോൾ മേ ബി അതിലായിരിക്കും നിങ്ങൾ ക്ലിക്ക് ആവുകയാണെങ്കിലോ എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രതീക്ഷയോട് കൂടി തന്നെ ആ ഒരു എക്സാംസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, ഇനി നമുക്ക് HSAയുടെ കാലഘട്ടമാണ്. അപ്പോൾ HSA എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. സോ HSA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. KTET കാറ്റഗറി 3 കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ വരുന്ന KTET എക്സാമിൽ നിങ്ങളത് മാക്സിമം KTET 3 നിങ്ങൾ പാസ്സാക്കുക കേട്ടോ. അപ്പോൾ പാസ്സായി കയ്യിലാക്കി വെക്കുക. അപ്പോൾ HSAക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു നോളജ് നമ്മുടെ LP-UPയുമായി ബന്ധപ്പെട്ട കാര്യം പഠിച്ചതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു കണ്ടൻറ് നോളജ് നിങ്ങളുടെ കയ്യിലുണ്ട്. സോ ഇനിയുള്ള എക്സാംസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കരുത്. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്